തുടങ്ങാം. എന്താ പറയും? ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാനും എൻ്റെ മോളും കൂടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പിസ്സ. സാധാരണ നമ്മൾ വീറ്റ് ഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ജിജുവേട്ടൻ കഴിക്കാറുണ്ട് പിസ്സ. അപ്പം അതുകൊണ്ട് അല്ല, വല്ലപ്പോഴൊക്കെ കഴിക്കും, എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഗോതമ്പാണ് ഉണ്ടാക്കാറുള്ളത്. ഈ പ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പിസ്സ ബേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കടയിൽ നിന്ന് വാങ്ങിച്ചേ. അപ്പൊ തട്ടിക്കുട്ടി ഒരു പിസ്സ ഉണ്ടാക്കാൻ പോവാണ്. ഒരാൾക്ക് പല്ലെന്ന് കാണിച്ചു നോക്കൂ, കടയില്ലേ 4 പല്ല് പോയിട്ടോ. ഓക്കെ, അപ്പോൾ കുക്കുവിന് ചീസ് പിസ്സയും പിന്നെ എനിക്ക് പനീർ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീസ് പിസ്സയാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ടാണ് പനീർ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. നാക്കിൽ വരുന്നില്ല. ഓക്കെ, അപ്പം പിസ്സ ഉണ്ടാക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകാൻ കേട്ടോ. വൈകുന്നേരം സൺസെറ്റ് കാണാനൊക്കെ പ്ലാനിങ് ഉണ്ട്. പറ്റുമെങ്കിൽ ആ വീഡിയോ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവേ. അപ്പോൾ എന്തായാലും നമുക്ക് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് സ്റ്റൗവിൽ വെക്കാൻ പോവാണ്. ആക്ച്വലി തവ പിസ്സ ഉണ്ടാക്കാൻ പറ്റൂട്ടോ, തവയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ചൂടാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രം. ഇത് തന്നെ. ഓക്കെ, അപ്പോൾ അപ്പം ഉപ്പ് ഞാൻ മുമ്പ് റാഗി കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്താണ് കേട്ടോ. അപ്പം ആ ഉപ്പങ്ങ് ഇട്ട് കൊടുത്തു. ഇതിനെ അങ്ങനെ തന്നെ അടച്ചു വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റെങ്കിലും ഒന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കി വെക്കാം. ഇതാണ് കേട്ടോ പിസ്സ ബേസ്. മോഡലിൻ്റെ ആണ് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പിസ്സ ബേസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കാണട്ടടാ, പിസ്സ ബേസ് വാങ്ങിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റേത് ഞാൻ എപ്പോഴും വീറ്റ് ഫ്ലവറിൻ്റെ ബേസ് ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഇത് വെച്ച് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ചീസ് പിസ്സ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം പ്ലേറ്റിലൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ബട്ടർ തേച്ച് കൊടുക്കുന്നുള്ളൂ. ബട്ടറിന് പകരം എണ്ണയും തേച്ച് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബട്ടർ വന്നിട്ട് പിസ്സ ബേസ് ഇല്ലേ, അതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നത് മാത്രം. പിന്നെ ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ഒന്നും കൂടി ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഹോൾസ് ഉണ്ട്, എന്നാൽ ഒന്നും കൂടി ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ടൊമാറ്റോ കെച്ചപ്പില്ലേ, ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. എൻ്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രം. പിന്നെ കുറച്ചധികം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മിക്സഡ് ചീസാണ് എടുത്തേക്കുന്നത്. മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്, അതേപോലെ നോർമൽ ചീസില്ല, രണ്ടും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ചീസും മിക്സ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സ സീസണിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഓറിഗാനോ ആയാലും കുഴപ്പമില്ല, ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചീസ് പിസ്സ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് മാറ്റാം. അതായത് നമ്മുടെ ഞാൻ ഇഡ്ഡലി കുക്കറിൻ്റെ പാത്രമാണ് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റാം. ഏകദേശം ഒരു 10 മിനിറ്റായി സ്റ്റൗ ഓൺ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം നല്ല ചൂടാണ്. സൂക്ഷിച്ചൊന്ന് മെല്ലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് ചൂടാക്കി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നല്ലോണം ചീസ് മെൽട്ടാവും. അതവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കാം. ഇത് കഴിഞ്ഞാൽ അത് വെക്കാമല്ലോ. ചീസ് കഴിച്ചുകൊണ്ടിരിക്കാം. പനീർ പിസ്സയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്, വേറൊരു പ്ലേറ്റാണിത്. അപ്പോൾ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിസ്സ ബേസിലും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നു. പിന്നീട് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാനൊരു 2 ടേബിൾ സ്പൂണോ 2 ടീസ്പൂണോ കണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇവിടെ ഞാൻ 2 ചീസ് എടുത്തിട്ടുണ്ട്, മോസറല്ലയും പിന്നെ നോർമൽ ചീസ് 2 എടുത്തിട്ടുണ്ട്. 2 കൂടി മിക്സ്ഡ് ആക്കി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചധികം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് ഓരോന്നായിട്ട് വെച്ച് തുടങ്ങാം. ഞാൻ ആദ്യം ഉള്ളി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്, ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം, പനീർ. ഇത്രയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വെജിറ്റബിൾസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് കോൺ ഒക്കെ വെക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നേ ഉള്ളേ. ഞാനിവിടെ പനീർ വന്നിട്ട് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഒട്ടും വറുത്തിട്ടൊന്നുമില്ല, വറുക്കാതെ തന്നെ റോ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നത്. കാരണം ഒരു 20 മിനിറ്റ് കൊണ്ട് പനീർ നന്നായിട്ട് വെന്ത് വന്നോളും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പിസ്സ സീസണിങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമ്മുടെ ആദ്യത്തെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അത് പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് പനീർ പിസ്സയുടെ പ്ലേറ്റ് ഇല്ലേ, അതൊന്ന് എടുത്ത് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടാണ്, നല്ല ചൂടാണ് പാത്രം. ഇനി ഇത് അടച്ചു വെച്ച് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ചീസൊക്കെ നല്ല
അടിപൊളിയായിട്ട് മെൽട്ടായി വന്നോളും. ഇനി അഥവാ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു ഓറഞ്ച് കളറായിട്ട് ടേൺ ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് മാറ്റി വെക്കാം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. ഇപ്പം നോക്കിക്കുക എന്ത് രസമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ മോസറല്ല ചീസ് വേണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ റബ്ബറി ടൈപ്പ് ഉള്ളത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ ചീസ് പിസ്സ തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അവൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു നോക്കിയപ്പം എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു ചീസ് പിസ്സേനെക്കാട്ടിലും എപ്പോഴും ഇഷ്ടം ഒന്നുകിൽ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്താണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പനീർ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാൻ പോവാണ്, അതായത് നമ്മുടെ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാൻ പോവാണ്. കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ? എൻ്റെ അടുത്ത് പിന്നെ പിസ്സ കട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് കട്ടായി കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് അതല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്, ടേസ്റ്റ് കാണുമെന്ന് അറിയണം. ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പനീറിന് ചെറുതായിട്ട് ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിസ്സയുടെ കൂടെ കഴിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവത്തില്ല. അല്ലാതെ പനീർ മാത്രമായിട്ടൊന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ ഒരു പിസ്സ ക്രേവിങ് അങ്ങ് മാറിക്കിട്ടി. ഇനി ഞങ്ങൾ പോയി റെഡി ആവട്ടെ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിപ്പം വൈകുന്നേരമൊക്കെ ആകാറായി, ഒരു 4:30 ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മൾ കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ്. നമുക്കിവിടെ ഒരുപാട് സൺസെറ്റ് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്നേ. ഞങ്ങൾ ഇപ്പം നന്ദി ഹിൽസ് പോലത്തെയൊക്കെ അത്രയും ദൂരം വരെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരുമാതിരി ഈ ഏരിയയിലുള്ളവർക്കോ അല്ലെങ്കിൽ എലങ്കലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ഫെമിലിയർ ആയിരിക്കും ഈ സ്ഥലം. അക്കായമ്മന ബെട്ട എന്ന് പറയും. ആ ഒരു പേരങ്ങനെയാണ്, അക്കായമ്മന ഹിൽ, അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ബെട്ട എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ഹില്ലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇവിടെ ഞങ്ങൾ ഇതിന് മുമ്പും പോയിട്ടുണ്ട് കേട്ടോ. കുക്കു വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബിനീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം ആദ്യം കാണിച്ചിരുന്നത്. അന്ന് പിന്നെ ഞങ്ങൾ നല്ല ദൂരത്തരം താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ദിരാനഗർ ആ ഭാഗത്തരം താമസിച്ച അവിടുന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇന്നിപ്പം അടുത്താണ്, അത്ര ദൂരമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 18-19 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. ഇത് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാറനായക്കന ഹള്ളി എന്ന് പറയും കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് അക്കായമന ബെട്ട ഉള്ളത്. നമ്മുടെ എലങ്ക എന്നൊരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് സാദാളി ഗേറ്റ് എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ, അത്രയും ദൂരത്തിലാണുള്ളത്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയുകയാണ്. നിങ്ങൾക്ക് അഥവാ സ്ഥലം കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സൺഡേയോ വീക്കെൻഡ്സോ വീക്ക് ഡേയ്സിലോ ഏതെങ്കിലും ഒരു ഈവനിങ്സ് ഒക്കെ അവിടെ പോകാം കേട്ടോ. ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം ഭയങ്കര കാമാണ്, ഒരുപാട് ബഹളമൊന്നുമില്ല, ഒരുപാട് ആൾക്കാരോ അങ്ങനെയൊന്നുമില്ല. ഈവൻ വീക്കെൻഡ്സിൽ പോലും ഭയങ്കര ബഹളമുള്ള സ്ഥലമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രൈവസി ഒക്കെ ഉണ്ടാവും. കയറി പോകാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെയാണ്, ഭയങ്കര സ്റ്റീപ്പല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഈ ഒരു പാറ നിങ്ങൾ കാണുന്നില്ലേ, ഇത് തന്നെയാണ് കംപ്ലീറ്റ്ലി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സ്ലിപ്പ് ആവാതെ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. അത് കയറി കഴിഞ്ഞിട്ട് കാണുന്ന വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര ഒരു സൈഡ് ഫുള്ള് നിങ്ങൾ കാണുന്ന പാറയാണെങ്കിൽ ഇനി ഒരു സൈഡ് ഫുള്ള് നിങ്ങൾ കാണാൻ പോകുന്ന ആ ഒരു സിറ്റി ആയിരിക്കും. അതായത് തൊട്ടടുത്ത് തന്നെയാണ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. തൊട്ടടുത്ത് പറഞ്ഞാൽ ഭയങ്കര അടുത്തല്ല, പക്ഷേ അവിടെ നിന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ഈവനിങ് ആയിരുന്നല്ലോ, അന്നേരം ലൈറ്റ്സ് ഒക്കെ ഓണായി വരുന്നേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞൊരു 7 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ലൈറ്റ് എയർപോർട്ടിലെ അവിടുത്തെ ലൈറ്റൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ഇതാ നോക്കിക്കേ, എന്ത് രസം നോക്കിയാൽ നമ്മുടെ സൂര്യനെ കാണാനായിട്ട്. നല്ല ഓറഞ്ച് കളറായിട്ട് നിൽപ്പുണ്ട്. അത് കണ്ട സന്തോഷത്തിന് ഓടിപ്പോയായിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങളിങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഇതാ ഓൾമോസ്റ്റ് ഇങ്ങനെ സൺസെറ്റ് ആയി തുടങ്ങി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീഡിയോസ് എടുത്തത്. പക്ഷെ നിങ്ങൾ ഈ കാണുന്നൊന്നും അല്ല കേട്ടോ ഇൻ റിയൽ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് വീഡിയോ വലിയതായിട്ട് എടുക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ അത്ര ഭംഗിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നേരിട്ട് കാണണം, എന്ത് രസമാണെന്ന് അറിയുമോ സ്കൈ കാണാനായിട്ട്. ആ സമയത്ത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരു ഈവനിങ്. പിന്നെ അതേപോലെ നമുക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാം. അവിടെ അങ്ങനെ ആരും ഇല്ല ചെക്ക് ചെയ്യാനായിട്ട്, അപ്പോൾ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാം. പക്ഷെ ഒരു കാര്യം, കഴിച്ചിട്ട് പേപ്പർ കവർ ബോട്ടിൽ അതൊന്നും അവിടെ ഇടരുത് കേട്ടോ. കാരണം ഒരുപാട് വേസ്റ്റ് കാണുന്നുണ്ട് അവിടെ. ശരിക്കും അത് മാത്രമേ ഉള്ളൂ ഒരു വിഷമം കാണുമ്പോൾ. കാരണം അവിടെ ആയിട്ട് വേസ്റ്റ് ഒക്കെ കിടപ്പുണ്ട്. നിങ്ങൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാം. എന്നിട്ട് റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട്
തിരിച്ചിറങ്ങാം. ഒരു 7 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചിറങ്ങി വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വരുന്ന വഴിക്ക് KL58 കയറിയിട്ട് ചായ കുടിച്ചു. പിന്നെ മോൾ എന്തോ സ്നാക്സ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ.